6, 28, 496, 8128. ഈ സംഖ്യകളുടെ പ്രത്യേകത അറിയോ? ഈ സംഖ്യകളാണ് അനക സംഖ്യകൾ അല്ലെങ്കിൽ പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് പറയുക. അപ്പൊ എന്താണ് പെർഫെക്റ്റ് നമ്പർ? ഒരു സംഖ്യയുടെ ആ സംഖ്യ ഒഴിച്ചുള്ള ഘടകങ്ങൾ കൂട്ടുമ്പോൾ ആ സംഖ്യ തന്നെ വന്നാൽ ആ സംഖ്യകളെ നമ്മൾ പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് പറയും. ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ 6. 6ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1, 2, 3, 6. ഇതിൽ 6 ഒഴിച്ചുള്ള ഘടകങ്ങൾ നമുക്കൊന്ന് കൂട്ടി നോക്കാം. 1 + 2 + 3 6 തന്നെയല്ലേ? ഇനി നമുക്ക് 28 നോക്കാം. 28ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1, 2, 4, 7, 14 and 28. അതിൽ 28 ഒഴിച്ചുള്ള ഘടകങ്ങൾ നമുക്കൊന്ന് കൂട്ടി നോക്കാം. 1 + 2 + 4 + 7 + 14 28 തന്നെ കിട്ടിയില്ലേ? അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഒരു സംഖ്യയുടെ ആ സംഖ്യ ഒഴികെയുള്ള ഘടകങ്ങൾ കൂട്ടുമ്പോൾ ആ സംഖ്യ തന്നെ വന്നാൽ അതിനെ നമ്മൾ അനക സംഖ്യ എന്ന് പറയും. പ്രസിദ്ധ ഗണിതശാസ്ത്രജ്ഞൻ പൈതഗോറസും ശിഷ്യന്മാരുമാണ് ആദ്യമായി പെർഫെക്റ്റ് നമ്പറുകളെ കുറിച്ചുള്ള പഠനം തുടങ്ങി വെച്ചത്. ഈ 2024 ഒക്ടോബറിലെ കണക്ക് പ്രകാരം ഏകദേശം 52ഓളം പെർഫെക്റ്റ് നമ്പറുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ കണ്ടെത്തിയ പെർഫെക്റ്റ് നമ്പറുകൾ എല്ലാം തന്നെ ഇരട്ട സംഖ്യകളുമായിരുന്നു. PSC, SSC, RRB തുടങ്ങിയ മത്സര പരീക്ഷകളിലൊക്കെ ധാരാളമായിട്ട് സീരീസ് കംപ്ലീഷന്റെയും ഓഡ് മാൻ ഔട്ടിന്റെ ഒക്കെ ഭാഗമായി പെർഫെക്റ്റ് നമ്പറുകൾ കയറി വരാറുണ്ട്. നമുക്ക് ഏറ്റവും അത്യാവശ്യം ആദ്യത്തെ 4 പെർഫെക്റ്റ് നമ്പറുകളാണ്. അത് മറന്നു പോകണ്ട. 6, 28, 496, 8128. ഇനി 8128 മറന്നുപോയാൽ ഓർക്കുക, 81ാമത്തെ വയസ്സിൽ 28 കെട്ട്. 8, 1, 2, 8. താങ്ക് യു.